ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പ്ലസ് ടു സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. Now we are going to discuss the third chapter of microeconomics, that is production and cost. Production and cost. ഉൽപാദനവും ചെലവും എന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നു മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ അധ്യായത്തെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മൾ ഉപഭോക്താവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഹൗ ദ കൺസ്യൂമർ ബിഹേവ്, വസ്തുക്കളും സേവനങ്ങളും ഉപഭോഗം ചെയ്യുമ്പോൾ കൺസ്യൂമർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, ഈ കാര്യങ്ങളാണ് നമ്മൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. നൗ വി ആർ ഫോക്കസിങ് അവർ ഡിസ്കഷൻ ഹൗ ദ പ്രൊഡ്യൂസേഴ്സ് ബിഹേവ്. ഉൽപാദകർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഉൽപാദകർ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പ്രൊഡ്യൂസേഴ്സ് ബിഹേവിയർ. സോ ഈ പ്രൊഡ്യൂസേഴ്സ് ആരാണ് ഉൽപാദകർ? ഉൽപാദകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് ആർ ദോസ് people who produces goods and services. സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരെയാണ് നമ്മൾ ഉൽപാദകർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഉൽപാദകരുടെ പ്രധാനപ്പെട്ട സവിശേഷത, അവർ വസ്തുക്കളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളും സേവനങ്ങളും ഉപഭോഗം ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ. അപ്പോൾ ഉപഭോക്താക്കളുടെ പെരുമാറ്റങ്ങളും ചിന്തകളും അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകരുടെ രീതികളെക്കുറിച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഉൽപാദകർ എന്താണ് ചെയ്യുന്നത്? വസ്തുക്കളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ്, അഥവാ പ്രൊഡക്ഷൻ പർപ്പസസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഉൽപാദകർ എന്ന് പറയുന്നത്. സോ ദേ ആർ എൻഗേജിങ് ഇൻ പ്രൊഡക്ഷൻ. ഉൽപാദനത്തിലാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രൊഡക്ഷൻ? വി ഹാവ് ടു ഡിഫൈൻ ദിസ് പ്രൊഡക്ഷൻ. എന്താണ് ഉൽപാദനം? Production is a process by which inputs are transformed into outputs. Production is the process by which inputs are transformed into ഔട്ട്പുട്ട്സ്. ഇൻപുട്സുകളെ ഔട്ട്പുട്സുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ. ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേശങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാം. നിവേശങ്ങളെ ഔട്ട്പുട്ട്സ്, ഉൽപ്പന്നങ്ങൾ, നിവേശങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഉൽപാദനം ചെയ്യുന്നവർ ഉൽപാദകരാണ്. ഉൽപാദനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിവേശങ്ങളെ
ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് ഇൻപുട്സ്, നിവേശങ്ങൾ എന്ന മലയാളത്തിൽ ഇൻപുട്സ്. അപ്പോൾ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫോർ എക്സാമ്പിൾ ഒരു കർഷകൻ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് കർഷകനെ സഹായിക്കുന്ന ഫാക്ടേഴ്സ്, ലാൻഡ്, ഭൂമി വേണം, ലേബർ, അധ്വാനം വേണം. നമ്മളൊരു ഈ 2 കേസ് മാത്രം നമ്മളൊന്ന് എടുക്കാം. അപ്പം ഈ ലാൻഡും ലേബറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാമറുടെ കേസിൽ ഇൻപുട്സ് എന്ന് പറയുന്നത്, നിവേശങ്ങൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് നമുക്കിതിനെ പറയാം, ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ ലാൻഡും ലേബറും ഉപയോഗിച്ചിട്ട്, ഈ നിവേശങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വീറ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്, ഉൽപ്പന്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഇൻപുട്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്ട്. ലാൻഡും ലേബറും എന്ന ഈ ഒരു എക്സാമ്പിളിലെ ഇൻപുട്ട്, നിവേശങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കുന്നു, ഔട്ട്പുട്ടായ വീറ്റ് അഥവാ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉൽപ്പാദനം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രൊഡക്ഷൻ. ഓക്കെ, നൗ വി ആർ യൂസിങ് ഇൻപുട്സ്. നമ്മൾ ഇൻപുട്ട് ഉപയോഗിച്ചിട്ടാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്, ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. ഇൻപുട്സ് നിങ്ങൾ കണ്ടു. ഒരു എക്സാമ്പിൾ, ലാൻഡ് is an input, labor, capital, organization, all these are inputs, raw materials. ഇതെല്ലാം അസംസ്കൃത വസ്തുക്കൾ, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തോ ഉണ്ടാക്കുന്നത്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഉൽപ്പാദകനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ഫ്രീ അല്ല. ദ പ്രൊഡ്യൂസർ ഹാസ് ടു അക്വയർ ദ ഇൻപുട്സ് പ്രൊഡ്യൂസർ അക്വയർ ചെയ്യണം, പേ ചെയ്തിട്ട് വേണം ഇൻപുട്സ് അക്വയർ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഫാമറിനെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് ഈസ് എൻ ഇൻപുട്ട്. ഈ ലാൻഡ് കൺസ്യൂമറിന് ആദ്യം എന്ത് ചെയ്യണം, ബോട്ട് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. ദെൻ ലേബർ, ഫാമറിന് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അധ്വാനം വേണം, തൊഴിലാളികളെ ഫാമർ പർച്ചേസ് ചെയ്യണം, അപ്പോൾ അതിന് പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലാൻഡ്, ലേബർ. ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് ഈസ് സീഡ്സ്. ഫാമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഇൻപുട്ടാണ് വിത്തുകൾ. അപ്പോൾ വിത്ത് വാങ്ങണം. അപ്പോൾ ഈ ഇൻപുട്സിനൊക്കെ, ദീസ് ആർ ഓൾ ഇൻപുട്സ് ഓഫ് ദ ഫാമർ. ഈ ഇൻപുട്സ് ഒക്കെ കൺസ്യൂമർ അക്വയർ ചെയ്യാം. അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഹാസ് ടു പർച്ചേസ് ഓൾ ദീസ് ഇൻപുട്സ് ബൈ പേയിങ് സം എമൗണ്ട്. ഒരു എമൗണ്ട് ചിലവാക്കി ആദ്യം കൺസ്യൂമർ ഇതെല്ലാം അക്വയർ ചെയ്യണം. അതിനർത്ഥം കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദനത്തിന് ചെലവുണ്ട്. അതിനാണ് നമ്മൾ ഉൽപ്പാദന ചെലവ് അഥവാ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ദിസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്സ് അഥവാ നിവേശങ്ങൾ വാങ്ങുവാൻ വേണ്ടി പ്രൊഡ്യൂസർ നിവേശങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഉൽപ്പാദകന് വേണ്ടി വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപ്പാദന ചെലവ്. അതായത് ഫാമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർ ആണ് ഫാമറിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി കൈവശം വേണം, തൊഴിലാളിയെ വാങ്ങണം. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ വയലിൽ അല്ലെങ്കിൽ ലാൻഡിൽ ജോലി ചെയ്യാൻ തൊഴിലാളികളെ ഫാമർ വാങ്ങണം. അതിന് എന്ത് ചെയ്യണം? ഫാമറിനെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് ടു പേ. അതുപോലെ സീഡ്സ്, വിത്തുകൾ വാങ്ങണം. ദെൻ സം അതർ റോ മെറ്റീരിയൽസ്,
യന്ത്രങ്ങൾ, ട്രാക്ടറിൻ്റെ ആവശ്യം വരും. ഓക്കെ, അപ്പം വളം, ഓൾ ദീസ് ഫെർട്ടിലൈസേഴ്സ് ഇതെല്ലാം പ്രൊഡ്യൂസർ പർച്ചേസ് ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടി വരുന്ന ചെലവിനെയാണ് പ്രൊഡ്യൂസറുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്? പ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ചില ബേസിക് കൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഒന്നാണ് നമ്മൾ അറിഞ്ഞത്, പ്രൊഡക്ഷൻ. സോ യു നോ വാട്ട് ഈസ് പ്രൊഡക്ഷൻ? Production is a process by which inputs are transformed into outputs. Then, cost of production. ഉൽപാദന ചെലവ് നമ്മൾ കണ്ടു. ഉൽപാദന ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേശങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കൺസ്യൂമറിന് ഉണ്ടാകുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉൽപാദന ചെലവ്. Cost of production means acquiring inputs by the producer. For acquiring inputs by the producer, he has to incur some cost. That cost is known as cost of production. Okay. Now, next is revenue എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉൽപാദന സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട്. റവന്യൂ, ദാറ്റ് മീൻസ് കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ മുഴുവൻ കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? കൺസ്യൂമർ അത് വിപണിയിൽ വിൽക്കുകയാണ്. ഓക്കെ, കൺസ്യൂമർ സെൽസ് വാട്ട് എവർ ഈ പ്രൊഡ്യൂസ്ഡ്. ചിലപ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് പ്രൊഡ്യൂസർ ബാക്കി വരുന്നത് മുഴുവൻ എന്ത് ചെയ്യും? മാർക്കറ്റിൽ വിൽക്കും, സെയിൽ ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ, വിപണിയിൽ വിൽക്കുമ്പോൾ പ്രൊഡ്യൂസറിന് കിട്ടുന്ന ആ ഇൻകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റവന്യൂ. അപ്പം ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ ഉൽപ്പാദകൻ മാർക്കറ്റിൽ വിൽക്കുന്നു, വിപണിയിൽ വിൽക്കുന്നു. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റവന്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് പ്രോഫിറ്റ്. ഉൽപ്പാദകന്റെ ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട്സ് ദ പ്രോഫിറ്റ് ഓഫ് ദ പ്രൊഡ്യൂസർ? പ്രോഫിറ്റ് ഓഫ് ദ പ്രൊഡ്യൂസർ ഈസ് റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. We have already studied about the cost of production. ഉൽപാദന ചെലവ് എന്ന് പറഞ്ഞാൽ the producer has to incur some expenses for producing goods and services. വസ്തുക്കളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉൽപ്പാദകന് ചെലവ് വരുന്നുണ്ട്. കാരണം ഇൻപുട്സ് അക്വയർ ചെയ്യണമെങ്കിൽ he has to incur some expense. ആ എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് യു നോ അബൌട്ട് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ ഉൽപ്പാദകൻ വിപണിയിൽ വിൽക്കുന്നു, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റവന്യൂ എന്ന് പറയുന്നത്. സോ ഉപഭോക്താവ്, പ്രൊഡ്യൂസറുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ വരുമാനത്തിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഉൽപാദന ചെലവ് കുറയ്ക്കണം. സോ ദാറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഓഫ് ദ പ്രൊഡ്യൂസർ. അപ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങളാണ് ആദ്യത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് ബൈ പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഇൻപുട്സ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു ഔട്ട്പുട്ട്സ്. നിവേശങ്ങളെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ, ഉൽപാദനം എന്ന് പറയുന്നത്. ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, യു നോ, the producer has to acquire some inputs. For this, he has to incur some expense, and these expenses for producing goods and services are called the cost of production. And revenue, the producer sells the goods and services he produced in the market, and he gets some income, and this income is known as revenue. And the producer's profit is revenue minus cost of production. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. വാട്ട് ഈസ് മെന്റ് ബൈ
production function. The relation between the inputs and outputs is known as production function. അതായത് നിവേശങ്ങളും ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഉൽപാദന ധർമ്മം. അപ്പോൾ ഉൽപാദന ധർമ്മത്തെക്കുറിച്ച്, പ്രൊഡക്ഷൻ ഫങ്ഷനെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. So that we will discuss in the next class. Okay, till then, goodbye. Thank you.